അതായത് 2-3 അന്വേഷണങ്ങൾക്ക് ശേഷം ഈ കത്രികയുടെ എന്നാണെന്നുള്ളതൊന്നും നിശ്ചയിക്കാൻ കഴിയാത്ത നിലയിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ വകുപ്പിന്റെ അന്വേഷണത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടതുകൊണ്ടും പോലീസിലേക്ക് കൈമാറുകയാണ് ഉണ്ടായത്. പോലീസ് ആരോഗ്യ പ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടി. അത് രണ്ടാമത്തെ കാര്യം. അതിൽ അനുവാദം നൽകി. ഇപ്പോൾ കേസ് നടക്കുകയാണ്. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി കേസിന്റെ ബഹുമാനപ്പെട്ട കോടതി എന്ത് തീരുമാനിക്കുന്നോ അതിൽ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി ഈ കാലഘട്ടം നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തന്നെ പറഞ്ഞിരുന്നു, അത് UDF കാലമാണെങ്കിലും LDF കാലമാണെങ്കിലും ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിൽ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ ഇടപെട്ട് നടപടി സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 2017 കോഴിക്കോടുണ്ടായ സംഭവമാണെങ്കിലും ഇപ്പോൾ ഈ 5 വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിലുണ്ടായ സംഭവം ആണെങ്കിലും ഇതിൽ സർക്കാരിന് ഒരു നിലപാടേ ഉള്ളൂ. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അനുഭവിക്കുന്ന ആൾക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ അത്രയും വേദന ഒരാൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഉത്തരവാദികളായവർ അവിടെ ഇരുന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നൊരു സ്ഥിതി അത് തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വകുപ്പ് സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് അത് സ്വീകരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ തന്നെ പ്രഥമ വിവരം എന്താണെന്നുള്ളത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നേടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഡോക്ടേഴ്സ് അവിടേക്ക് പോയിട്ടുണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പോലീസ് കൂടി ഇത്രയും വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യം പണം കൊടുത്തായി പറയുന്നുണ്ട്. പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുമ്പോൾ അവിടെ പോയി കണ്ടതായിട്ട് പറയുന്നുണ്ട്. ഇനി ഓപ്പറേഷൻ തിയേറ്ററിലെ പ്രൊസീജിയേഴ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിട്ട് കാണുന്നു. അപ്പോൾ ഇതെല്ലാം വ്യക്തികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലോ. ഇതൊക്കെ ആ ആരോഗ്യ പ്രവർത്തകർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, ഇതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക, HR അവിടെ ഉണ്ടാകുക എന്നുള്ളത് ഉറപ്പാക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന വീഴ്ചകൾ ഇൻഡിവിജ്വൽസിനുണ്ടാകുന്ന വീഴ്ചയാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. വ്യക്തികൾക്കുണ്ടാകുന്ന വീഴ്ചയാണ്. ആ വ്യക്തികൾക്കുണ്ടാകുന്ന വീഴ്ചകളിൽ അതിൽ നടപടി സ്വീകരിച്ച് തന്നെ പോകും. അതിൽ കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. ഈ കേസിലും അങ്ങനെ തന്നെയാണ്. അതിൽ കൃത്യമായി ഇന്ന് തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ആ റിപ്പോർട്ട് നൽകണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് ബാക്കി കാര്യങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്യും. അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സർക്കാർ നോക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം പ്രാഥമിക റിപ്പോർട്ട് ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചുകൊണ്ട് അവർ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു കണ്ടെത്തലിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമെന്നാണ് മന്ത്രി പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഡോക്ടർ ലളിതാംബികയുടെ വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട് മന്ത്രി ഡോക്ടർക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ക്രബ് നഴ്സ് അടക്കം ഇല്ലാതെ ഒരു ശസ്ത്രക്രിയ നടത്തി എന്നുള്ള കാര്യത്തിന് ആദ്യം ഡോക്ടർ മറുപടി പറയണം. നഴ്സിന് മാത്രമല്ല ഡോക്ടർക്കും ഇതിൽ പ്രാഥമികമായ ഉത്തരവാദിത്തമുണ്ട്. അത് നിറവേറ്റിയിട്ടില്ല. മാത്രമല്ല നോൺ പ്രാക്ടീസിംഗ് അലവൻസ് അടക്കം വാങ്ങിച്ചുകൊണ്ടുള്ള ഡോക്ടർ എങ്ങനെയാണ് വീട്ടിൽ പോയി പണം കൊടുത്തു എന്ന് ബന്ധുക്കൾ പറയുമ്പോൾ അതിനടക്കം ഡോക്ടർ ഉത്തരം പറയേണ്ടി വരും. മാത്രമല്ല ഒരു വയറ്റിൽ കത്രിക കിടക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നുള്ള ഡോക്ടറുടെ പരാമർശത്തിനെതിരെയും രൂക്ഷമായ പ്രതികരണമാണ് മന്ത്രി നടത്തിയത്. അത് സ്വന്തം കാര്യത്തിൽ ഇത് വരുമ്പോൾ ഡോക്ടർ അത് പറയുമോ എന്നുള്ള ചോദ്യമാണ്. എന്തായാലും ശക്തമായ നടപടി, കർശനമായ നടപടി ഇതിൽ ഉണ്ടാകും. അത് അന്വേഷിച്ച ശേഷമാണ് നടപടികളിലേക്ക് കടക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അവർക്ക് അപ്പോൾ ഈ പേഷ്യന്റിന് അനുവദിക്കേണ്ട സഹായധനവുമായി ബന്ധപ്പെട്ട് നിലവിൽ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുകയാണ് ഉഷ ജോസഫ്. അവരുടെ ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും തുടങ്ങിയ കാര്യങ്ങളാണ് ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്.